എൻ്റെ പയർ കൃഷി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കൊല്ലം ഞാൻ നാടൻ പയർ നട്ട് നോക്കിയതാണ്. അത് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, എങ്കിലും അത് നേരെയായി. ഇനി കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ അത് കാച്ചു വരും. കണ്ടോ, നല്ല കാച്ചു വരാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഇത് വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ. പയർ നമ്മൾ കുറച്ച് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തൊടിയിൽ കുറച്ചൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ട പയർ പറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, അതിൻ്റെ ഇടയിൽ പപ്പായ ഇടയിൽ മുളച്ച് വന്നിട്ടുണ്ട്, വാഴയുണ്ട്. എൻ്റെ ഇടയിൽ കൂടെയൊക്കെ പയർ കയറിയിട്ടുണ്ട്. പക്ഷേ അത് സാരില്ല, അത് പയർ കഴിയുമ്പോഴേക്കും പിന്നെ അത് നേരെ ആയിക്കോളും. പയറിൻ്റെ കായ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഴക്കൃഷി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. ഇതൊക്കെ എന്താ അറിയും, വേനൽക്കാലത്ത് നനച്ച് കൊടുക്കണം, നല്ല പോലെ നനച്ച് കൊടുത്താൽ ഇതൊക്കെ നേരെയുണ്ടോ. പയർ കണ്ടോ, നീളത്തിൽ നല്ല പയറായിട്ട് വന്നിട്ടുണ്ട്. നാടൻ പയറാണ്, പക്ഷേ നല്ല നേരെയായി. അത് നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ട ഇത് പറിച്ചെടുക്കാൻ പറ്റും. അല്ല, ഇവിടെയൊക്കെ നേരെയായി വന്നിട്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ മത്തൻ കയറിപ്പോയിട്ടുണ്ട്, മത്തൻ്റെ വള്ളി. അത് കുറേശ്ശെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേറൊരു ഞെടിയൊക്കെ കൊടുത്ത് വേറെ വിടണം, അതിനെ തിരിച്ചു വിടണം വള്ളി. എല്ലാം മരത്തുമ്പളിക്കും കയറ്റി വിട്ടാലും മതിയല്ലോ. ചീര കൃഷി അങ്ങോട്ട് നന്നായില്ല. ചീര ഞാൻ നടുവൊക്കെ ചെയ്തു, പക്ഷെ അതങ്ങോട്ട് നല്ല പോലെ നേരായി വന്നില്ല. കുറച്ചൊക്കെ നേരായിട്ടുണ്ട്. വെള്ളച്ചീരയാണ് ഇവിടെയൊക്കെ നട്ടു, വെണ്ടയൊക്കെ നട്ടു, അത് നല്ല പോലെ അങ്ങോട്ട് നേരെയില്ല. വെണ്ടയൊക്കെ കണ്ടു, കുറച്ചൊക്കെ കാച്ചു. ചീര നിറയെ പാവി കൊടുക്കുകയൊക്കെ ചെയ്തു, നേരെയില്ല അതങ്ങോട്ട്. പയറാണ് എനിക്ക് കുറച്ച് നന്നായി വന്നത്. ഇടയ്ക്കിടയ്ക്ക് പറിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് പേര് വയ്ക്കാൻ കിട്ടും. എല്ലാവരും ഇങ്ങനെ വീട്ടിൽ കുറേശ്ശെ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വിഷം കൂടാത്ത നല്ല പച്ചക്കറി അനുഭവിക്കാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ പച്ചമുളക് കൃഷിയൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ 5-10 തയ്യേ വെച്ചിട്ടുള്ളൂ, പക്ഷേ അതൊക്കെ നിറയെ കാച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലത്തെ പച്ചമുളക് കൃഷിയാണത് കാണിക്കുന്നത്. കണ്ടോ, ഒരു ചെടിയിൽ തന്നെ കണ്ടോ 10-50 കായ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, വലിയ വലിയ പച്ചമുളകാണ്. കണ്ടോ, എല്ലാറ്റിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വീട്ടുമുറ്റത്ത് നമ്മുടെ വീട്ടിലെ അടുക്കളയുടെ ചുറ്റും സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 4-5 പച്ചമുളക് ചെടി ഉണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ കായ പറിച്ചെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടാവശ്യത്തിന് ആവശ്യമായ പച്ചമുളക് നമുക്ക് കിട്ടും. ഉണ്ടോ ഈ പുറത്ത്. എൻ്റെ ഇടയിൽ പപ്പായ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നനയ്ക്കുമ്പോൾ അതിനും നന കിട്ടും. വാഴയുണ്ട്, എല്ലാം ഉണ്ട് അത്യാവശ്യം. ഈ സൈഡിലും അതുപോലെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിലും നിറയെ കായ്ക്കാൻ തുടങ്ങി, വലുതായി വരണേ ഉള്ളൂ. പച്ചമുളകും പപ്പായയാണ് അധികം. പിന്നെ അപ്പുറത്ത് മത്തനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയാവും അറിയില്ല, ചിലപ്പോൾ കായ്ക്കും. പക്ഷേ ഇവിടെ മയിലിൻ്റെയും പക്ഷികളുടെയൊക്കെ ശല്യം ഭയങ്കര, പന്നി ശല്യം. അപ്പോൾ അവരെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് അത് നേരെയായി കിട്ടുമ്പോഴേക്കും അവരത് കേടുവരുത്താൻ വരും.
അപ്പോൾ നമുക്ക് മനസ്സ് മടുക്കുകയാണത്. ഇപ്പോൾ ഇതിൽ ചിലതൊക്കെ വിളവെടുക്കാറായി കേട്ടോ. വലിയ പച്ചമുളകൊക്കെ നമ്മൾ പറിച്ചെടുത്താലേ അതിനൊരു കായ്ക്കാനൊരു സ്ഥലം കിട്ടുള്ളൂ. അതിപ്പോൾ ഞാൻ 2-3 ചെടികളിൽ നിന്ന് പറിച്ചെടുത്ത പച്ചമുളകാണ്. ഇത് കണ്ടോ, 3 ചെടിയിൽ തന്നെ എത്ര കിട്ടി. അപ്പം നമുക്ക് 10 ചെടി ഉണ്ടെങ്കിൽ വേണ്ട, ഒരു 5 ചെടിയെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടും. ദിവസം നമുക്കൊരു 5-10 മുളക് എന്തായാലും വേണ്ടി വരും വീട്ടിൽ. അപ്പോൾ വളരെ സ്വാദോടുകൂടെ നമുക്ക് ഒരു വിഷാംശവും ചേർക്കാത്ത പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിഷമം കൂടാതെ കഴിക്കാം. ഇപ്പം ഞാൻ ഈ മണി തക്കാളിയിലത്തെ എല്ലാ കായകളും പറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ചിലതൊക്കെ പഴുത്തു. കണ്ടോ, ഇതാണ് മണി തക്കാളി. എല്ലാ കായും പറിച്ചെടുത്തു. കണ്ടോ, 4 ചെടിയിൽ നിന്ന് കിട്ടിയ കായാണിത്. ഇത് കടയിലൊക്കെ എന്ത് വില ഇതിനറിയോ? ഭയങ്കര വില ഇതിന്. അത്ര പാടാണ് ഇത് ഉണ്ടാക്കാൻ. അതാണ് പറിച്ചെടുത്ത് ഉണക്കി ഉണ്ടാക്കാൻ പാടാണ്. കാരണം അത് മെനക്കെട്ട് നിന്ന് പറിക്കണം. ഞാൻ അപ്പോൾ ഇത്രയും കായ ഒരു 20 മിനിറ്റിലധികം എടുത്തു പറിക്കാൻ. പക്ഷെ അത് നമ്മളിത് കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാലും അത്രയും സ്വാദാണ്. മെനക്കെട്ടാലും കുഴപ്പമില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ചെയ്താൽ വീട്ടിൽ നല്ല രുചിയായിട്ട് നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കാൻ പറ്റും. ഈ കായ, ഈ മണിത്തക്കാളിയുടെ കായ പറിച്ചെടുത്തിട്ട് ഉപ്പിലും മോരിലും ഇട്ടിട്ട് ഉണക്കി വെച്ചതാണിത്. ഇതിന് മുന്നേ ഞാൻ പറിച്ചിട്ട് ഉണക്കി വെച്ചതാണിത്. ഇങ്ങനെ ഇരിക്കും, കണ്ടോ, ഇതുപോലെ ആയിരിക്കും. അതിനെ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണത്. അതേപോലെ ഉണക്കി എടുത്തു വെച്ചാൽ എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും അത്. അതാണ് ഇതിനുള്ളൊരു ഗുണം. ദേഹത്തിന് നന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയൊരു കൊണ്ടാട്ടമാണത്. ഇലയും കായും ഒരുപോലെ നമുക്ക് ഉപയോഗമാണ്.